ഓം ഹരേ കൃഷ്ണായ നമ. ശ്രീമദ് ഭഗവത്ഗീതയും നവബോധ പാഠശാലയും അധ്യായം 3 ശ്ലോകം 13 സാഖ്യയോഗം. ദേഹിനോ അസ്മിൻ യഥാ ദേഹേ കൗമാരം യൗവനം ജരാ തഥാ ദേഹാന്തരപ്രാപ്തി ധീരസ്തത്ര ന മുഹ്യതി. ഒരേ ശരീരത്തിലൂടെ നാം ബാല്യവും കൗമാരവും യൗവനവും വാർദ്ധക്യവും കടന്നു പോകുന്നു. അതേസമയം ഈ ശരീരം നിലനിൽക്കുന്നതിന് കാരണമായ ആത്മതത്വം മരണശേഷം മറ്റൊരു ശരീരത്തെ പ്രാപിക്കുകയും ചെയ്യുന്നു. ഒന്നിന് പരിണാമം സംഭവിക്കുകയും മറ്റൊന്ന് സ്ഥായിയായി നിലനിൽക്കുകയും ചെയ്യുന്നു. ഈ ശ്ലോകം നമുക്ക് പകർന്നു തരുന്നത് നാം ഒരിക്കലും ഇവിടെ നിന്ന് ഇല്ലാതാകുന്നില്ല എന്ന സത്യത്തെയാണ്. നാം ഓരോരുത്തരും എന്നും ഇവിടെ നിലനിൽക്കുന്നു എന്ന സത്യത്തെയാണ്. അതായത് ശരീരാവസ്ഥയിലാണെങ്കിൽ ശരീരത്തിന് പരിണാമം മാത്രം സംഭവിക്കുകയും ആത്മതത്വം എന്നും നിലനിൽക്കുകയും ചെയ്യുന്നു. രണ്ടവസ്ഥയിലായാലും നാം എന്നും ഇവിടെ തന്നെ നിലനിൽക്കുന്നു. ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാകും, നമ്മുടെ അമ്മയുടെ ഉദരത്തിൽ നാം ജനിക്കുന്നതിന് മുന്നേ തന്നെ മാതാപിതാക്കളിൽ നാം ഉണ്ടായിരുന്നു. ഇനി നാം മരണപ്പെടുന്നത് എപ്പോഴാണെങ്കിലും ആ സമയത്ത് ഇവിടെ നിന്ന് ശരീരം അപ്രത്യക്ഷമാകുന്നുമില്ല. പകരം ശരീരം പരിണമിച്ച് മറ്റൊരവസ്ഥയിലേക്ക് മാറുകയാണ് ചെയ്യുന്നത്. ഇനി ഈ ശരീരം നിലനിൽക്കുന്നതിന് കാരണമായ പ്രപഞ്ചതത്വം യാതൊരു പരിണാമവുമില്ലാതെ എന്നും ഇവിടെ നിലനിൽക്കുകയും ചെയ്യുന്നു. എന്നിട്ടും എന്തുകൊണ്ടാണ് നാം മരണത്തെ ജീവിതത്തിൻ്റെ അവസാനമായി കാണുന്നത്? ശ്രദ്ധിച്ചിട്ടുണ്ടോ? കാരണം നമ്മുടെ മനസ്സ് ഈ ദേഹബോധത്താലും സമയബോധത്താലും നിറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ജനനത്തെ ജീവിതത്തിൻ്റെ തുടക്കമായും മരണത്തെ ജീവിതത്തിൻ്റെ അവസാനമായും നാം കാണുന്നു. അങ്ങനെ ഉറച്ചു വിശ്വസിക്കുന്നു. എന്നാൽ നവബോധ പാഠശാലയിൽ നമുക്ക് പകർന്നു തരുന്ന പാഠം, ജീവിതം എന്ന നൃത്തശാലയിൽ പല വേഷങ്ങൾ അണിഞ്ഞാടി ഞാൻ വന്നും പോയിക്കൊണ്ടും ഇരിക്കുകയാണ് എന്നൊരു ഭാവന നമ്മുടെ ചിന്തയിലേക്ക് കൊണ്ടുവരിക. ഈ ഒരു ഭാവന തന്നെ ജീവിതത്തെ ഭാരരഹിതമാക്കുവാൻ ധാരാളമാണ്. നാം അനുഭവിക്കുന്ന വിഷമങ്ങളെ മറക്കുവാൻ, നാം അനുഭവിക്കുന്ന പ്രതിസന്ധികളെ നേരിടുവാൻ ഈ ഒരു ധാരണ, ഈ ഒരു ഭാവന ധാരാളമാണ്. ജീവിതം ഒരു വേനൽ മഴ പോലെ, ആകാശത്ത് അപ്രതീക്ഷിതമായി വിരിയുന്ന മഴവില്ല് പോലെ അനിശ്ചിതത്വത്തിൻ്റെ സൗന്ദര്യം കൂടിയാണ് എന്ന് നാം മനസ്സിലാക്കണം. അത് തന്നെയാണ് ജീവിതത്തിൻ്റെ കാന്തിക ശക്തി. ഇന്നുള്ളതിനേക്കാളേറെ നാളെ എൻ്റെ ജീവിതത്തിലേക്ക് സൗഭാഗ്യങ്ങൾ കടന്നു വരുമെന്നുള്ള പ്രതീക്ഷ, അത് നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുവാൻ പ്രേരിപ്പിക്കുന്നുണ്ട്. ഇത് ഇല്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ നാം വിരസതയും മടുപ്പുമൊക്കെ ജീവിതത്തിൽ അനുഭവിച്ചേനെ. ഇപ്പോൾ നാം അനുഭവിക്കുന്ന വിരസതയും മടുപ്പുമൊന്നും ജീവിതത്തെ മടുത്തിട്ടല്ല, ജീവിക്കുവാൻ ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, ജീവിതത്തെ എങ്ങനെ നേരിടണമെന്ന് അറിയാഞ്ഞിട്ടാണ്. ശരിക്കും നാം ജീവിതത്തെ മടുക്കുന്നുണ്ടോ എങ്കിൽ, വിരസത അനുഭവപ്പെടുന്നുണ്ടോ എങ്കിൽ നമുക്ക് മരിക്കുവാൻ ഭയമുണ്ടാകില്ല. നാം മരിക്കുവാൻ ഭയക്കുന്നുണ്ടോ എങ്കിൽ നാം ജീവിതത്തെ ഇഷ്ടപ്പെടുന്നു എന്നാണ്, നാം ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നു എന്നാണ്.
അപ്പോൾ ഇപ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന വിരസത അല്ലെങ്കിൽ മടുപ്പ് അല്ലെങ്കിൽ വിഷമങ്ങളൊക്കെ ജീവിതത്തെ എങ്ങനെ നേരിടണം എന്ന് അറിഞ്ഞുകൂടാത്തത് കൊണ്ട് മാത്രമുള്ളവയാണ്. അപ്പോൾ ഇന്നത്തെ നവബോധ പാഠശാലയിൽ നമുക്ക് തരുന്നത് പാഠം പരിഹരിക്കാൻ പാടില്ലാത്ത ഒന്നിനെക്കുറിച്ച് ഓർത്തും ദുഃഖിക്കുവാൻ പാടില്ല എന്നാണ്. പരിഹാരമില്ലാത്ത വിഷയമാണ് എന്ന് ഉത്തമ ബോധമുള്ള ഏതൊരു കാര്യവും സൗമ്യതയോടുകൂടി ശാന്തതയോടുകൂടി ജീവിതത്തിൽ സ്വീകരിക്കുക, അംഗീകരിക്കുക. ഇത് ജീവിതത്തെ ആയാസരഹിതമാക്കും, കൂടുതൽ സന്തോഷമുള്ളതാക്കും. നാം ശ്ലോകത്തിൽ പറഞ്ഞതുപോലെ ജരാനരകൾ ശരീരത്തിൽ വന്നു പോകുന്നത് നമുക്കൊരിക്കലും പരിഹരിക്കാൻ കഴിയുന്ന ഒന്നല്ല. നാം ആഗ്രഹിക്കാതെയാണ് നാം ഈ ഭൂമിയിൽ ജനിക്കുന്നത്. അതുപോലെ തന്നെ നാം ആഗ്രഹിക്കാതെയാണ് നാം മരിക്കുന്നത്. ഇവയ്ക്കൊന്നും പരിഹാരമില്ല. ഇതൊന്നുമല്ലാതെ നിത്യജീവിതത്തിൽ ഒരുപാട് വിഷയങ്ങൾ നാം പരിഹരിക്കാനാവാതെ കടന്നു പോകാറുണ്ട്. കഴിഞ്ഞുപോയ വിഷയങ്ങൾ, ഇനി വരാനിരിക്കുന്ന വിഷയങ്ങൾ, ഇവയൊക്കെ പരിഹരിക്കാൻ കഴിയില്ല എന്ന് നമുക്കറിയാമെങ്കിൽ പിന്നെ അവയെക്കുറിച്ച് ഓർത്ത് ദുഃഖിക്കാതിരിക്കുക, അവയെ ജീവിതത്തിലേക്ക് സ്വീകരിക്കുക. എല്ലാവരും ഇത് ജീവിതത്തിൽ പരിശീലിക്കുക. കൂടുതൽ കൂടുതൽ സന്തോഷത്തോടെ വിജയത്തോടെ സ്വധർമ്മം അനുഷ്ഠിച്ചുകൊണ്ട് മുന്നോട്ട് ജീവിക്കുക. എല്ലാവർക്കും അതിന് കഴിയട്ടെ. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകും. ഓം ഹരേ കൃഷ്ണ.